നമസ്കാരം. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പം ഉള്ളത് വയനാട് ജില്ലയിലെ വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധി രാധാകൃഷ്ണൻ, എറണാകുളം ജില്ലയിലെ മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. നാല് പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന വയനാട് ജില്ലയിലെ വെള്ളമുണ്ട പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് എന്റെ പഞ്ചായത്ത് ആദ്യം പോകുന്നത്. വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്. നമസ്കാരം ശ്രീമതി സുധി രാധാകൃഷ്ണൻ. നമസ്കാരം. വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് ബാണാസുര മലനിരകളുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കാർഷിക മേഖല പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ മക്കളോടൊപ്പം എന്ന് പറയുന്ന പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയിലെ വികസന പ്രവർത്തനത്തെ വിലയിരുത്താനാവുക? വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. അതിന്റെ ഭാഗമായിട്ട് മക്കളോടൊപ്പം എന്ന ഒരു പ്രോഗ്രാം ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാനത്ത് പരിപാടിയായി ഏറ്റെടുക്കുകയും വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന നമ്മളുടെ കുഞ്ഞുങ്ങൾ അവർക്ക് അവധി ദിവസങ്ങളിൽ അല്ലെങ്കിൽ സൗകര്യപ്രദമായ സമയങ്ങളിൽ അവരുടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗ്രാമപഞ്ചായത്ത് പദ്ധതി വെച്ചുകൊണ്ട് തന്നെ അവരെ ഒരു മെന്ററുടെ കീഴിൽ ഓരോ ഏരിയയിലും മെന്റർമാരെ വെച്ചുകൊണ്ട് 43 മെന്റർമാരാണ് ഓരോ ഏരിയയിലും വരുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 43 ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 43 മെന്റർമാരെ വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള പഠന പ്രവർത്തനങ്ങൾ അവരുടെ സർഗ്ഗ കഴിവുകൾ കണ്ടെത്തി വികസിപ്പിക്കുക എന്ന ലക്ഷ്യവും ഒപ്പം അഭ്യസ്ത വിദ്യരായ വീട്ടമ്മമാരെയാണ് ഈ ഒരു പ്രോഗ്രാമിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസ കാര്യങ്ങൾ ഒപ്പം തന്നെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി സെപ്പറേറ്റ് ദിവസങ്ങളിൽ അവർക്ക് വേണ്ട പരിശീലനം സ്കൂളുകളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ പ്രോഗ്രാം നടത്തി വരുന്നത്. അതുപോലെ തന്നെ യോഗ പരിശീലനങ്ങൾ അടക്കമുള്ള പ്രോഗ്രാമുകൾ ഈ ഒരു മക്കളോടൊപ്പം പരിപാടിയുടെ ഭാഗമായി നടത്തി വരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകൾ ഈ പരിപാടി നടത്തി കുട്ടികൾക്ക് വേണ്ട മാനസികവും അക്കാദമിക് പഠന നിലവാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നല്ല സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് പോകാൻ ഈ ഒരു പദ്ധതി കൊണ്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയ്ക്ക് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ പോലെ തന്നെ കാർഷിക മേഖലയ്ക്കും പ്രത്യേക ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. 50% കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിക്കുന്നത്? വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളായി വെള്ളമുണ്ടയിൽ നടന്നു വരുന്നത്. കാർഷിക മേഖലയെ കാർഷിക പുനരുദ്ധാരണം എന്നൊരു പ്രവർത്തനം പദ്ധതി പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് തൊഴിലുറപ്പ് മേഖലയെ കൂടി ഇതിലേക്ക് സംയോജിപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ വാർഡുകൾ 21 വാർഡുകളാണ് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലുള്ളത്. 21 വാർഡുകളിലും ക്ലസ്റ്റർ തിരിച്ചുകൊണ്ട് ഓരോ ക്ലസ്റ്ററിലേക്കും അല്ലെങ്കിൽ ഓരോ വാർഡിലേക്കും ആവശ്യമായ നഴ്സറി സ്ഥാപിച്ചുകൊണ്ട് നഴ്സറിക്ക് നിലവിൽ കാപ്പി, തെങ്ങ് എന്നിവയൊക്കെ ആണ് അതിന്റെ വിത്തുകൾ നമ്മൾക്ക് ലഭ്യമാക്കി തരുന്നത് തൊഴിലുറപ്പ് സംവിധാനത്തിലൂടെയാണ്. സ്ഥലം ഒരുക്കുന്നതടക്കം തൊഴിലുറപ്പിന്റെ സംവിധാനത്തിലൂടെ ചെയ്ത് തൈ പാകി മുളപ്പിച്ച് നമ്മളുടെ കുടുംബങ്ങളുടെ തോട്ടങ്ങളിൽ നട്ട് 3 വർഷം പരിചരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം. അത് തൊഴിലുറപ്പിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി അതിന് പ്രകാരം നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ജില്ലാ തലത്തിൽ തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഈ ഒരു കാർഷിക പുനരുദ്ധാരണ പ്രവർത്തനം നടത്തി വിജയിപ്പിക്കാൻ കഴിയുമെന്ന് ജില്ലയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്കത് ഏറ്റവും നന്നായി വിജയകരമായി
ഞങ്ങളുടെ വാർഡുകളിൽ നടപ്പിലാക്കാൻ കഴിയുന്നു. ഒപ്പം തന്നെ അടുത്ത വർഷത്തിലേക്കുള്ള പ്രോജക്റ്റുകളുടെ ഇതിന്റെ ഭാഗമായി കാർഷിക പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി തന്നെ അടയ്ക്ക, ഫലവൃക്ഷ തൈകൾ, അതുപോലെ ആയുർവേദ വൃക്ഷത്തൈകൾ ഇവയൊക്കെ വെച്ചുപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുമായിട്ട് ഈ കാർഷിക പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിലേക്കുള്ള ഒരു കാർഷിക പുനരുദ്ധാരണ പ്രവർത്തനമാണ് വെള്ളമുണ്ടയിൽ നടക്കുന്നത്. ഇത് ജില്ലാതലത്തിൽ അംഗീകരിച്ചുകൊണ്ട് ജില്ലയിലെമ്പാടുമുള്ള ഗ്രാമപഞ്ചായത്തുകൾ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്ത് ജില്ലാതലത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കാർഷിക മേഖലയ്ക്ക് നൽകിയ ഒരു പുത്തൻ ഉണർവ് തന്നെയാണ് ഈ കാർഷിക പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ. തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ബാണാസുര മലനിരകളുടെ താഴ്വാരത്തുള്ള ഒരു പഞ്ചായത്താണ് വെള്ളമുണ്ട പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ടൂറിസം സാധ്യത ഏറെയുള്ള ഒരു പഞ്ചായത്താണോ? എങ്ങനെയാണ് ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ പഞ്ചായത്ത് വിനിയോഗിക്കുന്നത്? ടൂറിസം സാധ്യതയുള്ള പഞ്ചായത്താണ്. ബാണാസുര മലനിരകളുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന നിലയ്ക്ക് നിലവിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചിറപ്പുല്ല് എന്ന സ്ഥലത്തേക്കുള്ളൊരു ട്രെക്കിംഗ് പ്രൊജക്ട് മാത്രമാണ് നിലവിൽ ഗ്രാമപഞ്ചായത്തിന്റെ അണ്ടറിലുള്ള ഈ ബാണാസുര മലനിരകളിൽ ഉള്ളത്. എന്നാൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഞങ്ങൾ ബാണാസുര മലനിരകളിലൂടെയുള്ള റോഡ് ഗതാഗതം, അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കൽ, അത്തരത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട് NIT ചേർന്നുകൊണ്ട് പൈതൃക സംസ്കൃതികളുള്ള ഒരു ബാണാസുര മലനിരകളുടെ താഴ്വാരങ്ങൾ, ബാണാസുരയിലെ ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിൽ പഴശ്ശിരാജാവിന്റെ ഒളിത്താവളങ്ങളുള്ള ഒരു ഏരിയയാണ് ബാണാസുര മലനിരകൾ. അപ്പൊ അത്തരത്തിലുള്ള പൈതൃക സംസ്കൃതികൾ കണ്ടെത്താനും അതിനെ പരിപോഷിപ്പിക്കാനുമുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിന്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ എത്രത്തോളം ഞങ്ങൾക്ക് ഒരു കാര്യക്ഷമമായിട്ട് അത് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. ഏതായാലും കോഴിക്കോട് NIT അത് ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ളൊരു, NIT നിന്ന് ആ ഒരു പ്രോജക്റ്റ് കിട്ടുമെന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ ധാരാളം സാധ്യതകളുള്ള, അതുപോലെ തടാകങ്ങൾ ചെയ്യാൻ, ചെക്ക് ഡാമുകൾ അടക്കം ചെയ്യാൻ കഴിയുന്ന അരുവികളുള്ള ബാണാസുര മലനിരകളാണ്. അപ്പോൾ ജലസേചന സൗകര്യങ്ങൾ അടക്കം നമ്മൾക്ക് ഈ ടൂറിസം സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ ഹെറിറ്റേജ്, റെസ്പോൺസിബിൾ ടൂറിസം അടക്കമുള്ള പ്രോജക്റ്റുകൾ ഞങ്ങൾ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതെല്ലാം ഒരു മാസ്റ്റർ പ്ലാനിലൂടെ തന്നെ തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു. സാധ്യതകൾ ധാരാളമുള്ളൊരു, ടൂറിസവുമായി ബന്ധപ്പെട്ട സാധ്യതകൾ ധാരാളമുള്ളൊരു ഏരിയയാണ് ഈ ബാണാസുര മലനിരകൾ. തീർച്ചയായിട്ടും വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് 18% SC/ST പിന്നോക്ക വിഭാഗക്കാർ താമസിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് അവർക്കുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ST മേഖലയിൽ നിരവധി വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ST അഡീഷണൽ ലിസ്റ്റ് കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ST മേഖലയിലുള്ള ആളുകൾക്ക് നേരത്തെ ലിസ്റ്റിൽ വന്നിരിക്കുന്ന, സർക്കാരിലേക്ക് കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും വീട് ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നൊരു ഏറ്റവും മഹത്തായ ഒരു കാര്യം തന്നെയാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഏകദേശം 157 ST വീടുകളാണ് ഞങ്ങളുടെ ടാർജറ്റിൽ ഉണ്ടായിരുന്നത്. ആ ടാർജറ്റ് മുഴുവൻ പൂർത്തിയാക്കും. SC-കൾക്ക് 9 വീടിന്റെ ടാർജറ്റ് ഉണ്ടായിരുന്നു, അത് മുഴുവൻ പൂർത്തിയാക്കി. ഇപ്പോൾ ഞങ്ങൾ 2020 ലൈഫ് ഭവന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. തന്നിരിക്കുന്ന ടാർജറ്റുകളെല്ലാം തന്നെ ഞങ്ങൾക്ക് SC/ST അതിദാരിദ്ര്യ അടക്കമുള്ള മേഖലകളിലുള്ള ടാർജറ്റുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനി അടുത്ത വീടുകൾക്ക് വേണ്ടിയുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് അതിന്റെ ഉത്തരവ് ലഭ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ PMAY അടക്കമുള്ള പ്രോജക്റ്റുകൾ ഈ ST മേഖലയിൽ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ മുന്നിലേക്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന എല്ലാവരെയും ഈ ഒരു പ്രൊജക്റ്റിൽ ഞങ്ങൾക്ക് ST അഡീഷണൽ ലിസ്റ്റിലും 2020 ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാവർക്കും വീട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും
വരും വർഷങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ STക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ ഞങ്ങൾ വകയിരുത്തിയിട്ടുണ്ട്. PMAY 151 പേരുടെ ലിസ്റ്റോടെ വന്നു കഴിഞ്ഞു. അതിൽ നിന്ന് ഇനിയുമുള്ള ആളുകൾക്ക് കൊടുക്കാൻ കഴിയും. പുതിയ PMAYയുടെ അഡീഷണൽ ലിസ്റ്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സർവേ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ നമ്മുടെ ST മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഗോത്രസാരഥിക്ക് ഫണ്ട് അനുവദിക്കാൻ കഴിയുകയും അതുപോലെ തന്നെ സ്കൂളുകളിലെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ഇതൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഡ്രസ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ശുചിത്വ ബാല്യം എന്നൊരു പ്രോജക്റ്റ് ഞങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ആ നിലയ്ക്ക് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിന്റെ ST SC മേഖലകളിലെ ഈ പിന്നോക്ക വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സേവനങ്ങൾ കൃത്യമായ പ്രൊമോട്ടർമാരുടെ സഹായത്തോടുകൂടി കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ചരിത്രത്തിലൂടെ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകൾക്കുള്ള വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് മാതൃകാപരമായി നടത്തി വരികയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാലിന്യ സംസ്കരണം. മാലിന്യ സംസ്കരണ രംഗത്ത് എങ്ങനെയുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്? ഈ MCF സംവിധാനങ്ങൾ, എത്ര ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട് പഞ്ചായത്തിൽ? മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം മാലിന്യ സംസ്കരണത്തിൽ ഒരു പുരോഗതിയുമില്ലാത്ത സീറോയിൽ നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തായിരുന്നു വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത്. ഞങ്ങളുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളി തന്നെ ഈ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകുക. സർക്കാരിന്റെ ഒരു മിഷനാണ് മാലിന്യ സംസ്കരണ പ്രവർത്തനം. അത് ഏറ്റവും നന്നായി ജനങ്ങളിലേക്ക് അതിന്റെ ഒരു ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് തുടക്ക കാലഘട്ടങ്ങളിൽ തന്നെ അവബോധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. നിലവിൽ ഞങ്ങൾക്ക് താൽക്കാലിക MCF എടുത്തുകൊണ്ട് വാർഡുകളിൽ ബോട്ടിൽ MCF, മിനി ബോട്ടിൽ MCFും അതുപോലെ തന്നെ മിനി MCFും സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ തന്നെ നമ്മളുടെ കളക്ഷനിൽ നിന്ന് കൂടുതൽ ലഭ്യമാകുന്ന പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്ന ഒരു കേന്ദ്രമില്ല. പക്ഷെ താൽക്കാലികമായുള്ള സംവിധാനം ആയിരുന്നു ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളി ഗ്രാമപഞ്ചായത്തിന് MCFന്റെ സ്ഥലം വാങ്ങി 86 സെന്റ് സ്ഥലം വാങ്ങി ബിൽഡിംഗ് പണിത് അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തി ഹരിതകർമ്മസേനയ്ക്ക് വാഹനം വാങ്ങി ഇത്തരത്തിൽ ഏറ്റവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം നടത്തി വരുന്നു. എല്ലാ വാർഡുകളിലും 21 വാർഡുകളാണ് ഗ്രാമപഞ്ചായത്തിലുള്ളത്. 21 വാർഡുകളിലും ഹരിതകർമ്മസേനയെ 2 വീതം ഹരിതകർമ്മ സേനയെ വിന്യസിച്ചുകൊണ്ട് ഹരിതമിത്രം ആപ്പിലൂടെ ഇപ്പോൾ 100% ഡോർ ടു ഡോർ കളക്ഷൻ നടന്നു വരുന്നു. തീർച്ചയായിട്ടും ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം ഏറ്റവും നന്നായി നടത്താൻ ഈ ഒരു കാലഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. അതിനു വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമവും ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഒരു ശ്രമം തന്നെയാണ് ഇത്തരത്തിൽ ഞങ്ങൾക്ക് മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. വരും കാലങ്ങളിലും ഇനിയും മിനി MCFകൾ സ്ഥാപിക്കാനുള്ള പ്രൊജക്ടുകളുണ്ട്. അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതിദാരിദ്ര്യർക്ക് വേണ്ടിയിട്ടുള്ള ഹരിതകർമ്മ സേനയുടെ ഫണ്ട് അത് അവർക്ക് ഗ്രാമപഞ്ചായത്തിന് യൂസർ ഫീ തരാൻ കഴിയാത്ത ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഞങ്ങൾക്ക് വകയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്, കൂട്ടായ ഒരു പരിശ്രമം തന്നെയാണ് ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നതും. വയനാട് ജില്ലയിലെ വെള്ളമുണ്ട പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് സുധി രാധാകൃഷ്ണൻ പങ്കുവച്ചത്. നിരവധി ഭാവി വികസന പദ്ധതികളാണ് അവർ പങ്കുവയ്ക്കുന്നത്. ആ പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി സുധി രാധാകൃഷ്ണൻ. താങ്ക് യു.